അപ്പോൾ എല്ലാവർക്കും ഫോർഗോട്ടൺ മലയാളം മൂവീസിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും ആക്ഷൻ പാക്ഡ് ആയ കുറച്ച് മൂവീസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ സിനിമയാണ്. അപ്പൊ ഈ ഇടയ്ക്ക് കുറെ നാളിന് ശേഷം ഞാനും അപ്പൂപ്പനും ബോയ്സും വീണ്ടും ഒത്തുകൂടി. പക്ഷെ ഇപ്രാവശ്യം നമ്മളുടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു, നമ്മളിവിടെ കോളേജിൽ പഠിച്ച. അവൻ്റെ ഒരു ഗൗതം വിനോദ് എന്നാണ്, നമ്മൾ അവനെ ജീവി എന്നാണ് വിളിക്കുന്നത്. അപ്പം എവനാണെങ്കിൽ NRI ആണ്. അവൻ മലയാളം എഴുതാനും വായിക്കാനും പറയാനും ഒന്നും നേരെ ഇറങ്ങിയൂടെ, പക്ഷെ കേട്ടാ മനസ്സിലാവും. അപ്പം ഞാനും ബോയ്സും കൂടെ ഒരു ദിവസം ലഞ്ച് കഴിഞ്ഞിട്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയി. അപ്പോൾ ജീവി പറഞ്ഞു അവൻ വരുന്നില്ല, അവൻ അപ്പൂപ്പൻ്റെ കൂടെ നിൽക്കണം. അവൻ പറഞ്ഞു അപ്പൂപ്പൻ സീംസ് ലൈക്ക് എ കൂൾ ഡൂഡ്, ഐ വോണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് അപ്പൂപ്പൻ എന്നൊക്കെ. ഞാൻ അവൻ്റെ അടുത്ത് ഒരു 100 തവണ പറഞ്ഞു വേണ്ട, പക്ഷെ അവൻ കേട്ടില്ല. അവൻ അപ്പൂപ്പൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തേ പറ്റും. വൈകുന്നേരമായി ഞാനും ബോയ്സൊക്കെ സാധനം വാങ്ങിട്ട് തിരിച്ചെത്തിയപ്പം ജീവി ഭയങ്കര ഗ്ലൂമി ആയിട്ട് റൂമിൻ്റെ ഒരു മൂലയായിരിക്കും. അപ്പോൾ ഞാൻ ജീവിയുടെ അടുത്ത് വെച്ച് മാൻ വാട്ട് ഹാപ്പൻ? അപ്പം പറഞ്ഞു ഐ സോ മൂവി ടുഡേ, അപ്പൂപ്പൻ മേഡ് മീ വാച്ച് എ മൂവി ടുഡേ. അപ്പോൾ എൻ്റെ അടുത്ത് വിച്ച് മൂവി? അപ്പോൾ അവൻ പറഞ്ഞു വടക്കൻ VeeraGatha. അപ്പം നമ്മൾ അവൻ്റെ അടുത്ത് പറഞ്ഞു മാൻ നൈസ് മൂവി അല്ലേ ഇഷ്ടപ്പെട്ടു? അവൻ പറഞ്ഞു നോ ബാഡ് മൂവി, ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. സംഭവം എന്താ എനിക്ക് മനസ്സിലായി. അപ്പൂപ്പൻ അവന് വടക്കൻ വീര എന്ന് പറഞ്ഞിട്ട് വേറെ ഏതോ പടമാണ് കാണിച്ചു കൊടുത്തു. ഞാൻ അവൻ്റെ അടുത്ത് തുടങ്ങി വടക്കൻ വീരാതയുടെ കഥ പറയാം. അപ്പോൾ അവൻ പറയുന്നു ദർ ഇസ് എ മാൻ കോൾഡ് ചന്തു, പീപ്പിൾ കോൾ ഹിം ചതിയൻ ചന്തു, ഹി ഹാസ് എ ക്രഷ് ഓൺ ഉണ്ണിയാർച്ച. അപ്പം സംഭവം കറക്റ്റാണ്, അവൻ വടക്കൻ വീരാത തന്നെയാണ് കണ്ടത്. നമ്മൾ അവൻ്റെ അടുത്ത് എത്ര പറഞ്ഞിട്ട് അവന് സിനിമ ഇഷ്ടപ്പെട്ടില്ല. ശരി പോട്ടെ. രാത്രി ആയപ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുക. ഡിന്നർ കഴിക്കുമ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് തുടങ്ങിയടാ ഇക്കയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമ. അപ്പം ചോദിച്ചു വിച്ചിക്ക? അപ്പം ഞാൻ പറഞ്ഞു മമ്മൂക്ക. അപ്പം പറഞ്ഞു നോ മമ്മൂക്ക, വാട്ട് റോൾ ഡിഡ് ഹി പ്ലേ? അപ്പം ഞാൻ പറഞ്ഞു എടാ ചന്തു വാസ് പ്ലേഡ് ബൈ മമ്മൂക്ക. അപ്പം പറഞ്ഞു നോ സം അതർ ആക്ടർ. അപ്പം ഞാൻ ചോദിച്ചു വിച്ച് ആക്ടർ? അവൻ പോയി ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വന്ന് പെൻ ഡ്രൈവ് കുത്തിയിട്ട് കാണിച്ചു തന്നു. നോക്കിയപ്പോൾ ഞാൻ അപ്പൂപ്പൻ്റെ അടുത്ത് വെച്ച് അപ്പൂപ്പ നിങ്ങൾ ഇവനോട് ഇത് വടക്കം വീരാതെയാണെന്ന് പറഞ്ഞു വന്നു. ഞാൻ അപ്പൂപ്പൻ വാസ് ലൈക്ക് പിന്നെ പറയണ്ടല്ലോ. ഞാനും ബോയ്സ് കട്ട ഹാപ്പി. ഞാനും ബോയ്സ് അപ്പൂപ്പൻ കൂടെ ജീവിയെ പിടിച്ച് പടം ഒന്നുകൂടി ഇരുത്തി കാണിച്ചു. ദേവ്ജി ചന്തുമായിട്ട് പൊളിച്ചിട്ടുണ്ട്. എനിവേസ് നമുക്ക് ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് പോവാം. സിക്സ്ത് സെൻസ്. ദേവ്ജിയാണ് ചന്തു, ഓർ ആസ് ഫ്രണ്ട്സ് അഫെക്ഷനേറ്റ്ലി കോൾ ഹിം ചതിയൻ ചന്തു. ചതിയൻ എന്നൊക്കെ വിളിക്കുമെങ്കിലും നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ദേവ്ജിയെ വലിയ കാര്യമൊന്നുമില്ല. എല്ലാരും കൂടെ ദേവ്ജിയെ ബ്രൂസ് ഓൺ ചെയ്തു. ഇത് കേട്ട ദേവ്ജി ഇസ് ലൈക്ക്. ദേവ്ജിയുടെ ക്രഷാണ് ഉണ്ണിയാർച്ച, പ്ലേഡ് ബൈ വാണി വിശ്വനാഥ്. ആൻഡ് വാണി വിശ്വനാഥിന് ഒരു 6th സെൻസ് ഉണ്ട്. ചുറ്റുവട്ടത്ത് എന്തെങ്കിലും കള്ളത്തരം നടന്ന പുള്ളിക്കാരിയുടെ കണ്ണിന്റെ ഫ്രണ്ടിൽ ട്രാഫിക് ലൈറ്റ് പോലെ ചോപ്പും പച്ചയും കത്താൻ തുടങ്ങും. ആൻഡ് ഈ 6th സെൻസ് ഉപയോഗിച്ച് വാണി വിശ്വനാഥ് ആദ്യം കണ്ടുപിടിക്കുന്ന കള്ളത്തരമാണ് ദേവ്ജി ഒളിഞ്ഞു നോക്കുന്നു. ഈ 6th സെൻസ് ഉപയോഗിച്ച് വാണി വിശ്വനാഥ് കണ്ടുപിടിക്കുന്ന രണ്ടാമത്തെ കള്ളത്തരമാണ് ദേവ്ജി ഒളിഞ്ഞു നോക്കുന്നു. പോയപ്പോ വെറുതെ പോയപ്പോ കേറിയതാണ്. ഈ 6th സെൻസ് ഉപയോഗിച്ച് വാണി വിശ്വനാഥ് കണ്ടുപിടിക്കുന്ന മൂന്നാമത്തെ കള്ളത്തരമാണ് പേടിക്കണ്ട, ദേവ്ജി ഒളിഞ്ഞു നോക്കുന്നതല്ല. ജസ്റ്റ് കിഡിങ്, ദേവ്ജി ഒളിഞ്ഞു നോക്കുന്നത്. ഇത് കൂടാതെ വാണി വിശ്വനാഥിന് വേറെയും കുറച്ച് ട്രിക്സ് ഉണ്ട്. ഒന്നാണ് ഇല്ലാത്ത വാളിട്ട് കുതിരപ്പുറത്ത് പോവുക. മറ്റേതാണ് നനഞ്ഞ തോർത്തിട്ട് ആൾക്കാരെ അടിച്ചിടുക. ആൻഡ് ലാസ്റ്റ് ആണ് ചൂണ്ടുമർമ്മം. ഞാൻ തല്ലും കൊല്ലും, അത് ചോദിക്കാൻ ആരും വരണ്ട. പുത്തൂരം വീട്ടിലെ ചേകോത്തിയാലും ചാമുണ്ടിക്കാവിലെ ഭഗവതിയാലും. ചൂണ്ടുമർമ്മ മറുചൂണ്ട് ചൂണ്ടിയാലേ ഇനി ചൂണ്ടുമർമ്മം. അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. സ്റ്റോറി. ഉണ്ണിയാർച്ചയുടെ ബ്രദറാണ് ആരോമൽ ഉണ്ണി, പ്ലേഡ് ബൈ സിദ്ദിഖ്. ആൻഡ് ദേവ്ജി സിദ്ദിഖും എപ്പോഴും അടിയ. ഒരു ദിവസം ചേകോസ്ഥാനത്തിനായി ദേവ്ജി സിദ്ദിഖും അംഗം വെട്ടാൻ തീരുമാനിക്കും. പക്ഷേ ഈ അംഗത്തിന് വന്നേക്കുന്ന ക്രൗഡ് ഒരു മോഡേൺ ക്രൗഡാണ്. അവർ ചേർന്ന് ഇങ്ങനെ അപ്പ് 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 അപ്പ്
എന്റെ അംഗം എന്നൊക്കെ പറയാൻ സബ്സ്റ്റാൻഡേർഡ് അംഗം. ഉറുമി മാനത്തോടെ വീശിയിട്ട് ഇഡ്ഡലിക്കുട്ടിട്ട് മുതുകിനിടിക്കും. വൻ അംഗം ആയതുകൊണ്ട് രണ്ടുപേർക്കും ചേകവർ സ്ഥാനം കിട്ടും. ആരോമൽ ചേകവർ, ചന്തു ചേകവർ. കമ്മിങ് ബാക്ക് ടു ഉണ്ണിയാർച്ച. ഉണ്ണിയാർച്ചയുടെ ക്രഷാണ് ഇമ്മോർട്ടൽ കിങ് ജയകൃഷ്ണ. ഇമ്മോർട്ടൽ കിങ് ജയകൃഷ്ണ ആരാന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ 1970 തൊട്ടുള്ള ഏത് സിനിമ എടുത്തു നോക്കിയാലും മതി. ഇതേ പ്രായത്തിൽ കാണുന്ന ഒരേ ഒരാളേ ഉള്ളൂ, ഇമ്മോർട്ടൽ കിങ് ജയകൃഷ്ണ. ഇമ്മോർട്ടൽ കിങ് ജയകൃഷ്ണയും വാണി വിശ്വനാഥും കല്യാണം കഴിക്കും. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം വെറുതെ ഫോർമാലിറ്റിക്ക് വേണ്ടി വാണി വിശ്വനാഥ് ദേവ്ജിയെ വീട്ടിലോട്ട് ക്ഷണിക്കും. കഷ്ടിച്ചിറക്കാതല്ലേ ഉള്ളൂ എളന്തളർ മടുത്ത നാറ്റുമണമേലേക്ക്. ഞങ്ങൾ അങ്ങോട്ട് വരികയായിരുന്നു. പക്ഷേ ഇവിടെ ഒരാൾക്ക് പുതുശ്ശേരിയിൽ നിന്ന് വന്നിട്ട് നേരം കിട്ടണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ വരിക? ചന്തുവാങ്ങള അങ്ങോട്ടല്ലേ വരേണ്ടത്, വരില്ലേ? And Devji is like naughty. ഇത് കേട്ട ദേവ്ജി വൈകുന്നേരം വീട്ടിൽ പോയി ഇതിനെപ്പറ്റി നോട്ടിയായിട്ട് ആലോചിക്കാൻ തുടങ്ങും. രാത്രി ഉണ്ണിയാർച്ച വാതിൽ ഓർന്ന് നോക്കിയപ്പോൾ ഉജാല മുഖ്യ ദേവ്ജി അവിടെ നിൽക്കുന്നു. താഴോട്ടൊക്കെ നോക്കുന്നു, പാൻറ് ഇട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ദേഷ്യം വന്ന വാണി വിശ്വനാഥ് ദേവ്ജിയുടെ കിണ്ടിക്കിട്ട് കിണ്ടി എറിയും. അല്ല, ഇത്രമാത്രമൊക്കെ ദേഷ്യപ്പെടാൻ വേണ്ടി ദേവ്ജി ഒന്നും ചെയ്യില്ലല്ലോ. ഇനി വല്ല വൃത്തിയോടും പറഞ്ഞോ ദേവ്ജി? പിന്നെ പറയാണ്ടേ? എക്സ്പ്ലെയിൻസ്. ഈ ഇൻസിഡന്റിന് ശേഷം സാഡായ ദേവ്ജി നാട് വിടും. എന്നിട്ട് വേറൊരു കളരി ടീച്ചറിനെ പോയി കാണും. പുള്ളിയുടെ പേരാണ് അരിങ്ങോടർ. അരിങ്ങോടർക്ക് 2 ഹോട്ട് പെൺമക്കളുണ്ട്. മകളും മരുമകളുമാണ് കുഞ്ഞേലിയും കുട്ടിമാണിയും. അതിലും ദേവ്ജിയും കൂടെ രാത്രി വൻ ചില്ലിങ്. പക്ഷെ രാവിലെ എണീറ്റ് ഒരു ദേവ്ജിയെ ബ്രോസോണി. ഇത് കേട്ട ദേവ്ജി പക്ഷെ പോകുന്നതിന് മുമ്പ് അവർ ദേവ്ജിയെ ലാസ്റ്റ് ആയിട്ടൊന്ന് വിളിക്കും. ഇതും കൂടെ കേട്ട ദേവ്ജിക്ക് ഓക്കെ. നമുക്ക് സിദ്ദിഖിലേക്ക് തിരിച്ചു വരാം. സിദ്ദിഖ് ഈ സിനിമയിൽ വളരെ ഗ്രീഡിയാണ്. 1001 പൊന്നും 21 പൊൻപണം അരിയും പൊന്നും. ഒരു ദിവസം ഒരു നാടുവാഴി സിദ്ദിഖിന്റെ അടുത്ത് വന്ന് പറയും, നാടുവാഴി ഒരു അംഗത്തിന് റെപ്രസെന്റ് ചെയ്യാൻ സിദ്ദിഖ് പോകാൻ പോകുന്നു. അംഗക്കിഴിവച്ചോളൻ ചേകോമാരെ തേടി ശീലല്ല എനിക്ക്. അംഗം പിടിപ്പിച്ച തഴക്കമില്ല. ക്ഷമിക്കണം, എത്ര കിഴി പണം വെക്കണം എന്ന് ചേകോൻ തന്നെ പറഞ്ഞാൽ മതി. അപ്പൊ സിദ്ദിഖ് നാടുവാഴിന്റെ അടുത്ത് കുറച്ച് പൈസ ആവശ്യപ്പെടും. വെള്ളയും കരിമ്പടവും വിരിച്ച് നിറപറയും നിലവിളക്കും വെച്ച് ഗണപതി ഹോമം കഴിച്ച് 1001 ടണ്ണോ? വെള്ളയും കരിമ്പടവും വിരിച്ച് നിറപറയും നിലവിളക്കും വെച്ച് ഗണപതി ഹോമം കഴിച്ച് 1001 ലോറിയൊക്കെ വിളിക്കാം. അംഗത്തിന് പോകുന്നതിന് മുമ്പ് സിദ്ദിഖിന്റെ ഭാര്യയോട് പറയും, മുന്നി പിറക്കും അവനെ അവന്റെ മുത്തച്ഛന്റെ പേരിട്ട് വളർത്തണം. മുത്തച്ഛൻ ആരായിരുന്നു? CR സർ, കണ്ണപ്പനുണ്ണി. ആ പേര് കുറച്ചുകൂടെ ചേർന്ന് ജനിക്കാൻ പോകുന്ന കൊച്ചിനെ തന്നെയായിരിക്കും. മുന്നി പിറക്കും അവനെ അവന്റെ മുത്തച്ഛന്റെ പേരിട്ട് വളർത്തണം. അംഗത്തിൽ സിദ്ദിഖ് അരിങ്ങോടറെ ഫൈറ്റ് ചെയ്യും. ആൻഡ് അരിങ്ങോടറിന്റെ തല കുറച്ച് CGI ഉപയോഗിച്ച് സിദ്ദിഖ് മുറിച്ചു മാറ്റും. കേക്കൊക്കെ മുറിക്കുന്ന പോലെ. അരിങ്ങോടറിന്റെ മരണം നമുക്ക് ഒട്ടും സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ചത്ത് കിടക്കണം ഇങ്ങനെ. ദേവ്ജിയുടെ ഗുരു ആയിരുന്നു അരിങ്ങോടർ. അപ്പൊ അരിങ്ങോടർ സിദ്ദിഖ് കൊന്ന ദേഷ്യത്തിൽ ദേവ്ജി സിദ്ദിഖിനെ വിളക്കുത്തിക്കൊല്ലും. എന്നിട്ട് ദേവ്ജി സ്കൂട്ടാവും. ആൻഡ് ഇതിന് ശേഷമുള്ള ഇവന്റ്സ് ഞാൻ ലാസ്റ്റ് സെഗ്മെന്റിൽ പറയാം. അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. സോങ്സ്. ഫസ്റ്റ് സോങ് ആണ് ഗ്രൗണ്ടിൽ കിടന്ന് ഇമ്മോർട്ടൽ ഉണ്ണിയാർച്ചയും ചില്ല് ചെയ്യുന്ന സോങ്.
ഇയാളല്ലേ ഇപ്പൊ ആ സൈഡിൽ കൂടെ പോയെ? അതിന്റെ ഇത്ര പെട്ടെന്ന് ഈ സൈഡിൽ കൂടെ വന്ന എനിക്കറിഞ്ഞൂടെ, നിങ്ങൾക്കൊന്നും പേടിയാവുന്നില്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ ഇയാൾക്ക് പ്രായമാവില്ല, അതിൻ്റെ കൂടെ ഇതുപോലത്തെ ഓരോ ബൂഡ് വിഷയത്തും. സെക്കൻഡ് സോങ് ആണ് അതേ ഗ്രൗണ്ടിൽ ബോബനും മോളിയും ചില്ല് ചെയ്യുന്ന സോങ്. തേർഡ് സോങ് ആണ് ഹോം ഗ്രൗണ്ടിൽ ദേവനും ദേവിസും ചില്ല് ചെയ്യുന്ന സോങ്. ആൻഡ് ഫോർത്ത് സോങ് ആണ് ആസ്ഥാനത്ത് കയറി വരുന്നൊരു ഇമോഷണൽ സോങ്. ഈ ട്യൂൺ ഞാൻ എപ്പോഴയോ കേട്ടിട്ടുണ്ട്. ഡാങ്ങടക്കത്തില്ലെന്തല്ലോ അല്ലേ? പാറിപ്പറക്കുന്ന പൊന്മയിൽ വാഹന ഓക്കെ, അപ്പോൾ സിദ്ദിഖിനെ ദേവ്ജി കൊന്നിട്ട് 22 വർഷം കഴിഞ്ഞു. ആൻഡ് വാണി വിശ്വനാഥ് ഉണ്ണിയാർച്ചയുടെ മകനാണ് കുഞ്ചാക്കോ ബോബൻ. ഞാൻ കളരിയിലേക്ക് പോവാമേ. ഒരു ദിവസം കുഞ്ചാക്കോ ബോബൻ അറിയും സിദ്ദിഖിനെ പണ്ട് കൊന്നത് ദേവ്ജിയാണെന്ന്. അതുകൊണ്ട് കുഞ്ചാക്കോ ബോബൻ റിവെഞ്ച് എടുക്കാൻ ചെല്ലും. ഞാൻ ഉണ്ണിയാർച്ചയുടെ മകൻ ആരോ മുണ്ണി, എന്റെ അമ്മ അവനെ ചതിച്ചു കൊന്ന ചന്തുവിന്റെ തലയിറക്കാൻ വന്നത് തന്നെ. പക്ഷെ ദേവ്ജി അവിടെ ഹോട്ട് ബോക്സ് ചെയ്ത് പോക്കച്ച് കിളിവ് പോയിരിക്കുക. And then begins the weirdest and longest fight scene in Malayalam cinema. സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ദേവ്ജിയും കുഞ്ചാക്കോവിന് ഫൈറ്റ് ചെയ്യുക. ആൻഡ് ദേവ്ജി ആ ഫൈറ്റിൻ്റെ ഇടയിൽ ഒരു പുതിയ വെപ്പൺ എടുത്തുകൊണ്ടിരിക്കും. ആൻഡ് ഈച്ച് വെപ്പൺ ഇസ് പ്രോഗ്രസീവ്ലി വിയർഡർ. ദേവ്ജി ആദ്യം തുടങ്ങുന്നത് കൈവച്ച് ഇടിക്കുകയാണ്. എന്നിട്ട് ദേവ്ജി വാളെടുക്കും. എന്നിട്ട് ദേവ്ജി കുന്തം എടുക്കും. എന്നിട്ട് ദേവ്ജി കോടാലി എടുക്കും. എന്നിട്ട് ദേവ്ജി ഫാൻ എടുക്കും. ഇങ്ങനെ പോയ അടുത്ത ദേവ്ജി തലക്കിട്ട് മൺവെട്ടയിട്ട് അടിക്കുന്നു മനസ്സിലായ കുഞ്ചാക്കോ ബോബൻ ഫൈറ്റിലെ ചീപ്പസ്റ്റ് ട്രിക്ക് എടുക്കും. 19ാമത്തെ അടവ്. എന്നാൽ ഇതാ മുത്തച്ഛൻ അനുഗ്രഹിച്ചു തന്ന 19ാമത്തെ അടവ്. 19ാമത്തെ അടവ് എന്താന്ന് പറയാമോ? കണ്ണി മണലുമായിരുന്നു. ഐ നോ ദേവ്ജി വീണ്ടും മരിച്ചു. ദേവ്ജിക്കൊപ്പം എനിക്ക് അറിഞ്ഞൂടെ കേസ്, എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. ദേവ്ജി മരിക്കാത്ത ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് എനിക്ക് DM ചെയ്യുക, എൻ്റെ മൂഡ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. വീണ്ടും നല്ല കേക്ക് മുറിക്കുന്ന പോലെ മുറിച്ചു വെച്ചു. ഒരു പേസ്ട്രി ഒക്കെ പോലെ. കേക്കിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഗൈസ്, നിങ്ങൾ ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി Cloud9 കേക്ക്സ് ട്രിവാൻഡ്രം ട്രൈ ചെയ്യണം. ഇത് പ്രൊമോഷനൊന്നും അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് അവരുടെ കേക്ക് വാങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പറയാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് കുഞ്ചാക്കോ ബോബൻ ഈ കേക്ക് ഒരു പ്ലേറ്റിലാക്കി വാണി വിശ്വനാഥിന്റെ മുമ്പിൽ വയ്ക്കും. വാണി വിശ്വനാഥ് അതിന്റെ ക്രീം എടുത്ത് തലയത്തേക്ക്. ഓ പുവർ ദേവ്ജി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ ഫോർഗോട്ടൻ മലയാളം മൂവി സീസൺ 1, 2, 3 കൂടെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ 25th എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് ചെറിയ ചേർത്തന്നേ. സീസൺ 1 നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഗൈസ്, നമുക്ക് ഓൾസോ വേറൊരു ചാനലും കൂടെ ഉണ്ട്, നിസാരം എന്നാണ് പേര്. നമ്മളതിൽ കുറച്ച് റാൻഡം ടോപ്പിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യണം. കുറച്ചൊരു സയൻസ് ഓറിയൻറ്റഡ് അങ്ങനത്തെ ഒരു ചാനലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതും ചെക്കൗട്ട് ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ വെറുമൊരു മട്ടരിയല്ല.
പൊന്മയിൽ വാഹനം